ആ വായതേ. ആ അനി കിടു കളറാണല്ലോ. ബ്രാൻഡൊക്കെ ഇടാൻ തുടങ്ങിയില്ലേ? അതെന്താ ഞാൻ ബ്രാൻഡ് ഇട്ടാൽ? ഫെയ്ഡാവാത്ത കളർ കണ്ടപ്പോഴേ നീ ഇതെടുത്താ വരുന്നേ? നിങ്ങളിപ്പോൾ പറഞ്ഞ വർത്താനം ഒട്ടും ശരിയായില്ല കേട്ടോ. എടാ ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചേ. നീ ഇരിക്കേ. ഉള്ളിലുള്ളത് അറിയാതെ പുറത്ത് ചാടി, മനസ്സിലായി. സീരിയസ് ആയിട്ടിരിക്കല്ലേ പ്ലീസ്. കളിയിലായാലും ജീവിതത്തിലായാലും നമ്മളെ അവസ്ഥ ഒരുപോലെ ആയതുകൊണ്ടും തല്ലുകൂടേണ്ടവരല്ല നമ്മളെന്ന ബോധ്യം കൊണ്ടും ഞാനിത് വിട്ടാണ്. നിങ്ങൾക്ക് എങ്ങനെ ഇവരുടെ കൂടെ നിൽക്കാൻ പറ്റുന്നു? കഷ്ടം. ഞങ്ങൾക്കൊക്കെ ബോധം വന്നു. കിഷോർ അങ്ങോട്ട് കയറിക്ക്. അനി ശരി. കോൺഫിഡൻസ് ഉള്ള ആർക്കൊന്നും ജയിച്ചൂടെ? ലാസ്റ്റ് ഓവറാ വാളിയെ കഴിഞ്ഞ്. യൂറോ കപ്പ് ഇംഗ്ലണ്ടിന് നഷ്ടമാവാൻ തന്നെ കാര്യം സോഞ്ചോയുടെയും സാക്കയുടെയും കോൺഫിഡൻസ് ഇല്ലായ്മയാണ്. അനി എറിഞ്ഞിടാ. ബോളിംഗ് ബോളിംഗ് സെയിം ബോൾ. ഓവറായിട്ടില്ല, ആകെ 5 ബോള്. ഞാൻ കറക്റ്റ് 6 ബോൾ എറിഞ്ഞതാ. എണ്ണി എറിഞ്ഞതാ. അനിയെ ഒരു ബോളും കൂടി ബാക്കിയുണ്ട്. ഒരു ഓവർ എന്ന് പറഞ്ഞാൽ 6 ബോളാണ്, അല്ല 5 ബോളല്ല. 3 ബോൾ വിട്ടു. 1 ബോൾ ഓഫിലേക്ക്, 1 ലെഗിലേക്ക് മുട്ടി, 1 എൻ്റെ കയ്യിലേക്ക്. എണ്ണി നോക്ക്. അനിയെ ഞാൻ 3 ബോൾ വിട്ടിട്ടില്ലേ? ആ ഒന്നുകൂടെ ചെയ്തു കൊടുത്തോളാം. ഞാൻ കറക്റ്റ് 6 ബോൾ ചെയ്തതാ. സ്വന്തം ടീമിലുള്ള ഞാൻ പറയുന്നതാണോ ഓൻ പറയുന്നതാണോ എനിക്ക് വിശ്വാസം? ഞാൻ അവനല്ലാതെ നീ പറയുന്ന വിശ്വസിക്കണ്ടേ? നീ തന്നെ പറ. അതെന്താടാ ഞാൻ പറഞ്ഞ വിശ്വസിച്ച? എന്താടാ ഞാൻ പറഞ്ഞ വിശ്വസിച്ച? എന്റെ മേലൊക്കെ കൈ വെക്കാനാണ്. मैदान में युद्ध मैं होने नहीं दूंगा. पकड़ो. സംവരണം കൊടുത്ത് എല്ലാത്തും കൂടെ തോലെടുത്ത് വെച്ചിട്ട് ഗോണാണ്. കളിയായിട്ടായാലും കാര്യത്തിലായാലും നിങ്ങളൊക്കെ നിങ്ങളായതാടാ നിങ്ങളുടെ പ്രിവിലേജ്. സാഞ്ചോക്കും സാക്കും എനിക്ക് കിട്ടാത്തത് നിങ്ങൾക്കൊക്കെ എല്ലാവരും വകവെച്ച് തരും. എങ്ങനെയൊക്കെ പിന്നിലായി പോയവർക്ക് ഭരണഘടന നൽകുന്ന പ്രാതിനിധ്യമാണ് സംവരണം, അല്ലാതെ നിങ്ങളെന്ന ഔദാര്യടാ. നിർത്ത്. ഞാൻ പോവാണ്. ഒരു പട്ടാളക്കാരൻ എന്ന നിലയിൽ എനിക്ക് നിങ്ങളോട് ഒറ്റ കാര്യം മാത്രമേ പറയാനുള്ളൂ. കൊറോണയെക്കുറിച്ച് ആദ്യമായി ലോകത്തോട് വിളിച്ചു പറഞ്ഞ ചൈനീസ് ഡോക്ടർ പറഞ്ഞ അതേ കാര്യം. അതെന്തായിരുന്നു? ആരോഗ്യമുള്ള സമൂഹത്തിൽ ഒന്നിൽ കൂടുതൽ ആശയങ്ങൾക്കും അഭിപ്രായങ്ങൾക്കും ഇടം വേണം എന്നല്ലേ? അതന്നെ. മൂപ്പരൊരു നല്ല മനുഷ്യനായിരുന്നു, പക്ഷെ അകത്തായി പോയി. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ തന്നെ ഞാൻ പോവാണ്. ലാൽ സലാം. ലാൽ സലാം. നാളെ നോമ്പുടങ്ങല്ലേ? ഒന്നേക്കൊടൊരു ജോലി അറിയാമെങ്കിൽ എനിക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. PhD ഉള്ള കാരണം വീട്ടിലിരിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. വാപ്പ പ്രശ്നമാണ്. രാവിലെ എഴുന്നേറ്റാൽ കാണാൻ കുരങ്ങന. ശരിക്കുള്ള കുരങ്ങനെ. ചില സമയത്ത് പറമ്പിലും മയിലിനെയും കാണാം. ഇവിടെ വരാറില്ലേ? കാടും മലയൊക്കെ കഴിഞ്ഞാണ്. ഞാൻ വേറെ എന്തെങ്കിലും പണി പഠിച്ചാലോ എന്ന് ആലോചിക്കുകയാണ്. എന്ത് പണി? ആശാരിപ്പണി പഠിച്ചാലോ? PhD പോലെ അത്ര എളുപ്പമല്ലേ. പിന്നെന്ത് പണി പഠിക്കും? എടാ ഗ്രൗണ്ടിലെ കാര്യം ആകെ കയ്യിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കുക. ജയിക്കാൻ പറ്റണല്ലേ? അത് മാത്രമല്ല, നമ്മളുള്ളിലൊക്കെ ഒരു അഴുക്കുണ്ടല്ലോ, പുറത്ത് വിടാതെ അകത്തന്നെ റീസൈക്കിൾ ചെയ്യുന്ന, അത് മൊത്തം പുറത്തായി. തല്ലു തുടങ്ങിയ? ഏറെക്കുറെ. അത് നല്ല ലക്ഷണമാണ്.
അടിച്ചു നിൽക്കാനുള്ള അവകാശം ഓരോ വ്യക്തിക്കും സമൂഹത്തിനും കിട്ടുമ്പോൾ മാത്രമാണ് പൂർണ്ണ അർത്ഥത്തിൽ നമ്മൾ ഒന്നിൻ്റെ ഭാഗം എന്ന് പറയാൻ പറ്റുള്ളൂ. ചില പുതിയ സംഘടനകൾ ഈ സംരംഭം എന്തൊക്കെ ചെയ്യുമ്പോൾ കണ്ടിട്ടില്ല അടിച്ചൊതുക്കണത്. അതെന്താ? അവരിന്നതേ ചെയ്യാവുന്നുള്ള മനോഭാവം. നല്ലവരായി നിന്നാലാണ് ഒരിടത്ത് നിൽക്കാൻ പറ്റുമെന്നുള്ളതാണ് യഥാർത്ഥ പ്രശ്നം. അടി നല്ലതാണ്. സ്റ്റാൻലി, യു ഡിൻ അറ്റ് മൈ കോൾ. I was driving, Wahid. You know the traffic in Bangalore. ഓക്കെ, എനിക്ക് എൻ്റെ PF ഉടനെ കിട്ടണം. എൻ്റെ അലവൻസ് പിടിച്ചു വെക്കാൻ കമ്പനിക്ക് എന്താണ് അവകാശം? എടാ, നീ വിചാരിക്കുന്ന പോലെയല്ല കാര്യങ്ങള്. ഞാൻ മൂവ് ചെയ്യുന്നുണ്ട്. എടാ, യു ഷുഡ് റീതിങ്ക്, വാഹിദ്. യു ഹാവ് ടു കം ബാക്ക്. അങ്ങനെ ഒരു വിഷയമേ ഉദിക്കുന്നില്ല. ദർ ഈസ് നോ ഗോയിങ് ബാക്ക്. ഞാൻ നല്ല ടൈറ്റിലാണ് സ്റ്റാൻലി. ഐ നീഡ് മണി സോ ബാഡ്. നിങ്ങളെ കമ്പനിയിൽ എന്തോ പ്രശ്നമുണ്ടെന്ന് അറിയാമെന്നല്ലാണ്ട് ഇതുവരെ ഞാൻ ചോദിച്ചിട്ടില്ല എന്താണ്. കുറച്ചുകൂടി പിടിച്ചു നിങ്ങൾക്ക് പറ്റൂല. ഇനി അവിടെ പിടിച്ചു തൂങ്ങിയാൽ നാണക്കേടാണ്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങളിപ്പോൾ ആ ജോലി വിടരുത്. ഈ കുടുംബത്തിലുള്ളവരെ മൊത്തം ബാധിക്കുന്ന ഇങ്ങനത്തെ ഒരു വിഷയത്തിൽ നിങ്ങളിങ്ങനെ ഒറ്റയ്ക്ക് തീരുമാനം എടുക്കുന്നത് ശരിയല്ല. അങ്ങനത്തെ ഒരു ഒറ്റ ബുദ്ധിക്ക് കുടുംബജീവിതത്തിൽ ഇടവില്ല. അങ്ങനെയുള്ളവർ കല്യാണം കഴിക്കാത്തതാണ് നല്ലത്. ഇത് കഴിക്കേ. ചെന്നമ്മേൻ്റെ പറമ്പിലെ പ്ലാവുമ്മൽ ആദ്യം ഉണ്ടായ ചക്കയാ. അനക്ക് ചക്കപ്പോയ്ക്ക് ഇഷ്ടമായതുകൊണ്ടാ ഞാൻ ഇങ്ങനെയാക്കിയത്. ഈ പോയി കയ്യേക്ക്. ആരാ പറഞ്ഞു എനിക്കിപ്പോൾ ചക്ക വേണമെന്ന്? ചക്ക തിന്നാ തീരുന്നതല്ല എൻ്റെ പ്രശ്നങ്ങൾ. ഞാൻ അങ്ങനെ തലപ്രാന്ത് പിടിച്ചിരിക്കുമ്പോൾ നിങ്ങൾ ഇന്നെ അങ്ങനെ സൽക്കരിക്കല്ലേ? ഏത് നേരം നോക്കിയാലും ഇവിടെ ഒരു ചക്ക. ഞാൻ പറഞ്ഞത് ഈശ്വര നിങ്ങൾ ഉമ്മനോട് തീർക്കുന്നത്. ഇങ്ങനത്തെ ഒരാളെ അതില്ലാണ്ടാവണം. അപ്പോഴെങ്ങൾക്ക് അതിൻ്റെ വില മനസ്സിലാവും. ഞങ്ങളോടല്ല ദേഷ്യം പിടിച്ചത്. എൻ്റെ ഉള്ളിൽ ഓരോരോ കാര്യങ്ങളുള്ളതുകൊണ്ടാണ്. എല്ലാവരുടെ തുറന്ന് പെരുമാറാനാവില്ലല്ലോ അടുപ്പുള്ളവരോടല്ലാതെ. അടുപ്പ് ലേശം കുറഞ്ഞാലും വേണ്ടിയില്ല. ഈ അധികം തുറക്കണ്ട. അപ്പോൾ ഉള്ളിലുള്ളത് മനസ്സിൽ വെക്കണം എന്നാണോ? ഈ മനസ്സിൽ തന്നെ വെച്ചോ. ഈ ഒച്ചയിടുമ്പോൾ കുട്ടികളെ പോലെ ഉമ്മ പേടിച്ചു പോവുകയാണ്. പ്രായമായില്ലേ, അതുകൊണ്ടായിരിക്കും. ഇല്ലമ്മ, ഇനി ഞാനങ്ങനെ ആവാതെ നോക്കിക്കോളാം. അത്താഴത്തിന് എണീക്കാനുള്ളതല്ലേ, പോയി കിടന്നു. നോമ്പിനെ പരിശുദ്ധിയോടെ നിൽക്കാൻ നോക്ക്. അതുകൊണ്ട് എൻ്റെ കളി അങ്ങോട്ട് നിർത്തിക്കാള്. കളി നിർത്തി? അല്ലെങ്കിൽ മഗ്‌രിബാങ്ക് കൊടുക്കുമ്പോൾ ഈ ഗ്രൗണ്ടിലായിരിക്കൂലേ. നോക്ക്, നോമ്പ് ഓർക്കാൻ നേരം ഇവിടെ എത്തണം. ഇല്ലെങ്കിൽ ഈ നോമ്പ് നോക്കണ്ട. പട്ടിണി കിടന്നിട്ടൊന്നും ഒരു കാര്യമില്ല കേട്ടോ. അതെന്ത് വർത്താനാണ് ഉമ്മ? മതം വന്ന് വിളിക്കുമ്പോഴേക്കും കൂട്ടായ്മയിൽ നിന്ന് പിന്തിരിയേ. ലോകകപ്പായാലും TV അന്ന് ഓഫാക്കിക്കും ബാങ്ക് കൊടുക്കുമ്പോൾ ഉളപ്പാ. എനിക്കതാ ഉപ്പര ഇഷ്ടമില്ലാത്ത. ഇതൊക്കെ തികച്ചും വ്യക്തിപരമായ കാര്യങ്ങളല്ലേ. അതൊക്കെ കൊട്ടിഘോഷിച്ച് നമ്മൾ പുറത്തിരിഞ്ഞിക്കുക. നിർബന്ധ ഘട്ടത്തിൽ കള്ളു വരെ കുടിക്കാന്നല്ലേ. അതിന് ഇവിടെ എവിടെ നിർബന്ധം ആക്കണ്ട്. അത് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. അപ്പം എങ്ങനെയാ നോമ്പ് ഓർക്കുക? ഞാനൊരു കാരൊക്കെ എടുത്ത് പോക്കറ്റിലിടും. ബാങ്ക് കൊടുക്കുമ്പോൾ എടുത്ത് നോമ്പ് ഓർക്കും. എന്നിട്ട് ഇവിടെ വന്ന് നിസ്കരിക്കും. എന്റെ മോനെ അത്രയ്ക്ക് കഷ്ടപ്പെടണ്ട. എന്തൊക്കെ ന്യായം പറഞ്ഞാലും നോമ്പ് ഓർക്കാൻ നേരം ഇവിടെ എത്തിയില്ലെങ്കിലേ പിന്നെ ഇങ്ങോട്ട് കയറണ്ട കേട്ടോ. അത് കാണാം.